ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോ ഹോണ്ട പാഷൻ പ്ലസ് ആണ് വണ്ടി. വണ്ടി ഒരു ഇടി കിട്ടിയിട്ട് വണ്ടി കയറിയിരുന്ന വണ്ടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് കയറിയിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഈ ബാക്ക് വീലിൻ്റെ ഭാഗം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക്. ഈ ഇതാണ് ശരിക്കും മൺകാടിൻ്റെ ലെവൽ. ഇത്രയും വീല് ഇങ്ങോട്ടേക്ക് കൂടിപ്പോയേക്കാം ബാക്ക് സൈഡിൽ നിന്ന്. ഇവിടെ നിന്ന് ബാക്കിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ബാക്കിലത്തെ ഷോക്ക് അപ്സിൻ്റെ ഒരു ഭാഗം കാണാൻ പറ്റും, ഒരു സൈഡ് നമുക്ക് കാണാൻ പറ്റില്ല. ആ ഒരു കണ്ടീഷനിലേക്ക് അത്രയും ബെൻഡായിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ഈ ബാക്കിലത്തെ മൺകാടിൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പൊട്ടൽ വീണിരിക്കുക. ഈ സൈഡ് മൊത്തം പൊട്ടിയേക്കാണ് കേട്ടോ. ബാക്ക് മൺകാട് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. പിന്നെ ബാക്കിലത്തെ റിമ്മിൻ്റെ ഭാഗം ഹബ്ബ് കംപ്ലൈൻ്റ് ഉണ്ട്. ഇവിടെ ഇടി കൊണ്ടിട്ട് ഇവിടുന്ന് ഹബ്ബിൻ്റെ ഈ സ്പോക്ക് വന്ന ഭാഗം അടന്നു പോയേക്കാണ്. തന്നെയല്ല റിമ്മൊക്കെ നല്ല രീതിയിൽ കോട്ടമുണ്ട്. റിമ്മ് നമ്മളൊന്ന് കറക്കി ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ജസ്റ്റ് നോക്കിക്കുക, വീല് കറങ്ങണ പൊസിഷൻ നോക്കിക്കുക, അത്രയ്ക്കും കോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ആ റിമ്മ് മാറേണ്ടി വരും. അതേപോലെ ഹബ്ബ് പൊട്ടിയാണുകൊണ്ട് ഹബ്ബ് മാറണം. കമ്പി അഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അഴിച്ച് കിട്ടില്ല. സാധാരണ രീതിയിൽ ഒരുവിധം പഴക്കമുള്ള ദിവസം അഴിച്ച് കിട്ടാറില്ല, കട്ട് ചെയ്തെടുക്കേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കമ്പിയുടെ ദിവസം മാറ്റിയാലാണ് നമുക്ക് ആ ഭാഗം ക്ലിയർ ആവുള്ളൂ കേട്ടോ. മെയിനായിട്ട് ബാക്കിലേക്ക് വന്നേക്കുന്ന പ്രോബ്ലം വന്നേക്കണമെന്ന് വെച്ചാൽ ഈ സസ്പെൻഷൻ യൂണിറ്റ് ഉണ്ടല്ലോ, ബാക്കിലത്തെ ചേസുമായി കണക്ഷൻ വന്ന യൂണിറ്റാണ്. ഡയറക്റ്റ് ബാക്കിലേക്ക് വീലൊക്കെ അലൈൻ ചെയ്യണതും സെറ്റ് ചെയ്യണതും അതുമയാണ്. ആ യൂണിറ്റാണ് ശരിക്കും കംപ്ലൈൻറ്റ്. സ്വിങ് ആം എന്ന് പറയും. ഇവിടുന്ന് ചേസിനോടനുബന്ധിച്ച് ഇവിടുന്ന് ബാക്ക് വീലിലേക്ക് വന്ന ആ സസ്പെൻഷനാണത്. അപ്പോൾ ആ ഭാഗം ബെൻഡായിട്ടാണ് മൊത്തത്തിൽ അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നേക്കുന്നത്. അത് അഴിച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം പ്രോബ്ലം ഉണ്ട്. ഇനി ഷോക്ക് അപ്സിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ. ഈ ബാക്കിലത്തെ ഈ ഷോക്ക് അപ്സിൻ്റെ ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് ഈ സൈഡിൽ ലീക്ക് ഉണ്ട്, ഓയിൽ ലീക്ക് ഉണ്ട്. ഓൾറെഡി കംപ്ലൈൻറ്റ് ഉള്ളതാണ്. നമുക്കത് അഴിക്കണ സമയത്ത് അഴിച്ചതിന് ശേഷമാണ് അത് കൂടുതലായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ നോക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ വരുമ്പോൾ യൂട്ടിലിറ്റി ബോക്സിൻ്റെ ഈ സൈഡിലെ കവർ ഇല്ല, അത് പൊട്ടിപ്പോയേക്കാണ്. പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ടിലത്തെ മൺകാട് ഓൾറെഡി പൊട്ടിയിട്ടുണ്ട്, വൈസർ പൊട്ടിയിട്ടുണ്ട്, മൺകാട് പൊട്ടിയിട്ടുണ്ട്. വൈസറിൻ്റെ ഭാഗം ഇവിടെ അടന്നു പോയേക്കാം, അത് ഇവിടുത്തെ പൊട്ടിയിട്ടുണ്ട്. ഈ സൈഡൊക്കെ പൊട്ടി വീണിട്ടുണ്ട്. മൺകാടായാലും ഇവിടെയൊക്കെ അടഞ്ഞിരിക്കുക, ഈ വന്ന ഭാഗത്തൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. മിറർ പൊട്ടിയിട്ടുണ്ട്, ഹാൻഡിൽ ബാർ ബെൻഡാണ്. പിന്നെ വണ്ടി ഉപയോഗിക്കാണ്ട് കയറി ഇരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ കാർബറേറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. കാർബറേറ്ററിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം ഒരു ഓവർഫ്ലോ ചാൻസൊക്കെ നിലവിലുള്ളതാണ്. കാരണം ഫിൽറ്ററൊക്കെ അഡീഷണൽ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്താലും ഒരു പക്ഷേ ഓവർഫ്ലോ വരാനായിട്ടുള്ള സാധ്യതയൊക്കെ നിലവിലുണ്ട്. എങ്കിലും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും സ്വാഭാവികമായിട്ടൊക്കെ അതൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. കൂട്ടത്തേക്കൂടെ എയർ ഫിൽറ്റർ, പ്ലഗ്, ആ ഭാഗം കൂടി ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ ഈ ഫുട് റെസ്റ്റിൻ്റെ ബ്രാക്കറ്റ്, ഫുട് റെസ്റ്റ് പിടിപ്പിക്കുന്ന ഈ ബ്രാക്കറ്റുമേ നടന്നു പോയേക്കാണ്. അപ്പോൾ അത് എന്തെങ്കിലും നമ്മൾ സസ്പെൻഷൻ അഴിക്കണ കൂട്ടത്തേക്കൂടെ ഈ ബ്രാക്കറ്റ് മാറ്റി പുതിയത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ പുതിയതിന് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 200 രൂപയ്ക്ക് അടുത്തൊക്കെ നമുക്ക് റേറ്റ് വരുള്ളൂ ഈ വന്ന പീസിന്. അപ്പോൾ അത് മാറ്റാം. ഫുട് റെസ്റ്റോറിന് അഡീഷണൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം ക്ലിയർ ആയി പോയിക്കോളും. പിന്നെ അത് കൂടാതെ കൊണ്ട് സാരി കാർഡിൻ്റെ ഈ ഭാഗത്ത് പൊട്ട് വീണിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേണമെങ്കിൽ വെൽഡ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് അഴിക്കണേക്കാളും മുമ്പ് വീഡിയോ എടുത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബാക്കിലത്തെ ആ ചേസുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റിൻ്റെ കേസ് ഒന്ന് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ സസ്പെൻഷൻ ഒന്ന് ബാക്കി മാറ്റി വെച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് വീഡിയോ എടുക്കുക. അതിന് ശേഷം എത്രത്തോളം അതുമായിട്ട് ഇതാവണുണ്ടെന്നുള്ള ദിവസം നമുക്ക് നോക്കാനായിട്ട് പറ്റും. അത്ര അതിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതിന് ശേഷം ഞാനൊരു എസ്റ്റിമേറ്റ് ആക്കാം, എന്താ പാർട്സ് മാറ്റണ്ടേ, അതനുസരിച്ചിട്ടൊരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഓൾറെഡി അതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റും വീഡിയോ എല്ലാം അടക്കം വാട്സാപ്പിൽ ഞാൻ അയച്ചു തരാം. അപ്പോൾ അത് നോക്കി കണ്ടതിന് ശേഷം നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറയുന്നതും പ്രകാരം നമുക്ക് ആ രീതിയിൽ വർക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം വർക്കുകൾ നമുക്ക് ഈ പറഞ്ഞ ഭാഗങ്ങളാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് അയച്ചു തരാം. അപ്പോൾ വീഡിയോ കാണാം, അതിന് ശേഷം കണ്ടതിന് ശേഷം റിപ്ലൈ ഇട്ടാൽ മതി. വണ്ടിയുടെ ആ സസ്പെൻഷൻ അഴിച്ച് മാറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടുണ്ട്. കാരണം കറക്റ്റ് സെൻട്രൽ അലൈൻമെൻറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഡാമേജ് ഉണ്ടായിരുന്ന ഭാഗം കേട്ടോ, സ്വിങ് ആമിൻ്റെ. അത് നമ്മൾ മാറ്റിയിട്ട് വേറെ ഒരെണ്ണം സെറ്റ് ചെയ്ത് നോക്കിയതാണ്. ഓക്കെയാണ്, വേറെ പ്രശ്നമില്ല. പിന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയുടെ ഹബ്ബിൻ്റെയും റിമ്മിൻ്റെയും കേസൊക്കെയാണ് പിന്നെ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ അത്യാവശ്യം ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. അപ്പോൾ അത് കാണാം. അത് കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടും. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.